guys, welcome back to my YouTube channel. This is Tejas Tangu and you're watching Tejas Tangu Diaries. ഇന്ന് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താണ്? എനിക്കൊന്നുമില്ല, അതിൻ്റെ ഉള്ളൊന്നും എനിക്ക് പറ്റിയതില്ല. അമ്മ നിങ്ങൾ ഇന്ന് വാങ്ങിച്ച ഗൈസ്, നമ്മൾ ഇന്ന് മിനിസോക്ക് പോവാണ്. ഞാൻ എൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി എൻ്റെ മമ്മി മിനിസോക്ക് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അതായത് അമ്മയല്ല എനിക്കൊന്നും ചെയ്തു തരുന്നത്, ഞാനാണ് അമ്മനെ മിനിസോക്ക് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇന്നൊരു ദിവസം നമുക്ക് ഇഷ്ടമൊക്കെ വാങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ കുഞ്ഞു പിള്ളേർ വീട്ടിൽ പോയി പറയരുത്, നോക്ക് തങ്കു ചേച്ചിൻ്റെ അമ്മേൻ്റെ കൂടെ പോയിട്ട് മിനിസൊന്ന് കുറേ സാധനം വാങ്ങിച്ചു, എനിക്കും ഇതുപോലെ വേണമെന്ന് പറയരുത്. കാരണം തങ്കു ചേച്ചി കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് സ്വന്തം പൈസ കൊണ്ടാണ് വാങ്ങണം. സോ ഈ വീഡിയോയിലൂടെ നിങ്ങൾ മെസ്സേജ് ആയിട്ട് എടുക്കേണ്ടത് വീട്ടുകാരെ പോയി വെറുപ്പിച്ച് സാധനം വാങ്ങണം എന്നല്ല, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി എനിക്കും ഇതുപോലെ വാങ്ങാം എന്ന മെസ്സേജ് വേണം എടുക്കാൻ അല്ലേ. യെസ്. അപ്പോൾ ഗൈസ്, എനിക്ക് അതിൻ്റെ മുന്നേ വരെ എൻ്റെ വീട്ടുകാർ എനിക്ക് നെസസറിക്കുള്ള സാധനം പ്രൊവൈഡ് ചെയ്യുന്നല്ലാതെ എനിക്ക് ചിത്രമുള്ള കട്ടറും പെൻസിലൊന്നും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. ഞാനത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷമാണ് ഞാൻ വാങ്ങുന്നത് അല്ലേ. സോ അമ്മക്കും അതിൽ കൊടുത്ത് പ്രൗഡാണ്, എനിക്കും പ്രൗഡാണ്. കാരണം വീട്ടുകാർ നമുക്ക് നെസസറിക്കുള്ള സാധനം പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ലക്ഷറി ആവണം തോന്നുകയാണെങ്കിൽ സ്വന്തമായി പൈസ ഉണ്ടാക്കുക, സ്വന്തമായി ചിലവാക്കുക, ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ അല്ലേ. സോ ഇന്ന് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിൻ്റെ തിളപ്പാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് പോയി കുറേ സാധനം വാങ്ങിച്ച് അമ്മയ്ക്ക് വാങ്ങിച്ചു തരും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇന്ന് അടിച്ചു പൊളിക്കാൻ പോകണം. എൻ്റെ പിന്നാലെ ഇങ്ങനെ ട്രെയിൻ പോലെ പിടിക്ക് ഗൈസ്. അതിന് നമ്മൾ പോകാൻ പോകുന്ന മിനിസോ എവിടത്തെയാണ്? എത്താണ്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് 60 കിലോമീറ്റർ ഉണ്ട്. ഗൈസ്, അമ്മ മുടി നേരാക്കാണ് സുന്ദരിയവൻ ബ്ലോഗിൽ വരാൻ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തി? കോയമ്പത്തൂർ നമ്മൾ ലക്ഷ്മി മിൽസിൻ്റെ അവിടെ എത്തി. കാരണം ഇവിടെയാണ് മിനിസോ ഉള്ളത്. ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, സ്റ്റാർബക്സ് ഉണ്ട്, അഡിദാസ് ഉണ്ട്, കുറേ ബ്രാൻഡ്സ് ഉണ്ട്, കുറേ നല്ല നല്ല കട ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് വേറൊരു വൈബായിട്ടാണ് തോന്നുക, വേറെ ഏതോ രാജ്യം പോലെ അല്ലേ. കാരണം ഇൻഫ്രാസ്ട്രക്ചർ നോക്ക്, ഇംഗ്ലീഷ് എന്തോ ഇന്ത്യന്റെ പുറത്ത് പോലെ ഉണ്ട്. അതിപ്പോ ദുബായ് ഒന്നും ഇങ്ങനെ ഇല്ലല്ലോ. ഇന്ത്യന്റെ പുറത്ത് ദുബായ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗൈസ്, നമ്മൾ ഇവിടെ ഒരു വളവ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മിനിസോ എത്തും. നമുക്ക് സന്തോഷം. ഇത് സ്റ്റാർബക്സ് ആടാ. സ്റ്റാർബക്സിൽ പോണോ? വേണ്ട. കാരണം നമുക്ക് പൈസ ചെലവാണ്. മിനിസോയിൽ ഇപ്പൊ നമ്മൾ എത്തും. കാണിച്ച് ഇഷ്ടമല്ലാന്നോ സ്റ്റാർബക്സ്? കഴിച്ചിട്ടുണ്ടോ ഇതിന്റെ മുന്നേ? ഇല്ല. ഇങ്ങനെ ഇഷ്ടമല്ല പറയണേ. മിനിസോത്തി. സോ ഗൈസ്, ഞാൻ മിനിസോന്റെ ഉള്ളിലേക്ക് വന്നു. എനിക്കതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ വേറെ ഏതെൻ്റെ ലോകത്ത് പോയ പോലെ. ഇന്ന് നമ്മൾ ആക്ച്വലി ഒരു ചലഞ്ച് എന്നല്ല, പക്ഷെ നമ്മൾ ഇന്ന് ഒന്നിൻ്റെയും പ്രൈസ് ടാഗ് നോക്കുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും പ്രൈസ് ടാഗ് നോക്കുമ്പോൾ നമ്മൾ കുറവ് സാധനങ്ങളാണ് എടുക്കുക. ബട്ട് ഇന്ന് ആക്ച്വലി നമ്മൾ പ്രൈസ് ടാഗ് നോക്കുന്നില്ല. ഓക്കെ, പക്ഷെ ഒരു ലിമിറ്റ് വിട്ട് നമ്മൾ അനാവശ്യമായിട്ട് വാങ്ങുന്നില്ല. ഞാൻ എനിക്കൊരു എൻ്റെ ഒരു ഡ്രീം ഡേ ആക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അമ്മയ്ക്കും എനിക്കൊരു ഡ്രീം ഡേ പോലെ, ലൈക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ പ്രൈസ് നോക്കാതെ എടുക്കുന്നു. പക്ഷെ നമ്മൾ അനാവശ്യമായിട്ട് എന്തായാലും എടുക്കും. അമ്മ പ്രൈസ് നോക്കും, ഞാൻ പക്ഷേ എനിക്കിവിടെ കുറേ സാധനം ഉണ്ട് ചേട്ടി, ഇവിടെ മൊത്തം വാങ്ങും. ഇതിനെന്താണോ പറയുക, നെക്ക് പില്ലോയോ. പക്ഷേ ഇത് നമുക്ക് ആക്ച്വലി യൂസ് ഇല്ല. കണ്ടോ, ഇത്രയും നല്ല രസം നമ്മൾ വാങ്ങിയില്ല, കാരണം നമുക്കത് യൂസ് ഇല്ല. എൻ്റെ ആഗ്രഹത്തിനുള്ളത് മാത്രമേ വാങ്ങുള്ളൂ. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളെ. ടാഗ് ഫ്രീ ആണോ, ഫാഷൻ ആണോ? അതെ. സുരാജ് പറയണ്ടില്ലേ ഇങ്ങനെ ടാഗ് ഫ്രീ കിട്ടിയാണ്. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. ഗൈസ്, ഞാൻ ഒരു സ്പെഷ്യൽ ഗ്ലാസ് കണ്ടു. ഇത് രസമല്ല. അയ്യോ അമ്മ, വേസ്റ്റ് ബാസ്ക്കറ്റ്. അമ്മ ഇത് വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ്. ഇത് ഇവിടെ മൊത്തം ഞാനവിടെ തട്ടിമറിച്ചിട്ടു. അവർ പിന്നെ പുറത്താക്കും. ഞാനിവിടെയൊക്കെ തട്ടിയിടും, എനിക്ക് ആവേശം കൂടിയിട്ട്. ഗൈസ്, ഇവിടുത്തെ സോഫ്റ്റ് ടോയ്സ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ്. ഇതൊക്കെ എൻ്റെ മോനെ. അമ്മ അവിടെ ബാക്കിൽ പുച്ഛം എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. എന്ത് സോഫ്റ്റാ. ലൈറ്റ് പെട്ടെന്ന് ചളിയാവും. അല്ല, ഉറങ്ങുമ്പോഴാണ്, അല്ലാണ്ട് ഇതിനെയും കൊണ്ട് മറ്റേ റോട്ടിൽ കൂടെ ഒന്നും പോണില്ല. അപ്പൊ നീ അത് പിടിച്ചിരിക്കുന്ന സാധനത്തിന്റെ കളർ എന്താ മാറിയിരിക്കണം? അതൊന്നും മാറിയിട്ടില്ല. പോ തളച്ച് ഉണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ 2 സോഫ്റ്റായി എടുത്തു. എന്തൊക്കെയാണ് എടുത്തത്, എത്ര രൂപയെന്നൊക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം ഒരു ഹോള് കൂടെ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇവിടെ നല്ല ബഡ്സ് ഉണ്ട്. ബഡ്സിൻ്റെ കളറ് നോക്കണോ.
ശരിക്കും ചെവിത്തെ ചളി തോണ്ടാനാണെങ്കിൽ പോലും നല്ല ഭംഗിയുണ്ട്. ഗൈസ് അമ്മക്ക് എന്നൊരു വീക്ക്നെസ് ആണ് കൊട. ഇത്തവണ എന്തോ പുതിയ കൊട തുറക്കാൻ പോവാണ്. ഗൈസ് സ്റ്റോറിൽ ഓൾറെഡി റൂഫുണ്ട്, റൂഫിൻ്റെ അടിയിലും കൊട പിടിച്ച് നിൽക്കണം അമ്മ. സോ ഇതത്തെ ഒരു കൊട എന്തായാലും ഞാൻ വണ്ടി വെക്കാൻ എടുക്കും. അമ്മ എടുക്കുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു കൊട ഉണ്ട്. അയ്യോ ഇതെന്താണ്? ഞാൻ നോക്കട്ടെ. ഗൈസ് ഞാനിവിടെ എന്തോ ഒരു സാധനം കണ്ടു, പക്ഷെ ഇത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗി. ഇതെന്താന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഹൈലൈറ്റർ ആണ്, ബ്രേസ്ലെറ്റ് ആണ്. ഇതെന്താണ്? എന്ത് സംഭവിച്ചാൽ ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയുന്നില്ല. ബുക്കാണ്. ബുക്കൊന്നും എനിക്ക് വേണ്ട. ഞാൻ കോളേജിലെ ബുക്ക് കൊണ്ടുപോകാറില്ല. ഇല്ല ഇവിടുന്ന് മാറില്ല. ഇവിടെ എനിക്ക് കുറേ ഇഷ്ടപ്പെടുന്ന സാധനമുണ്ട്. ഒരു ഹൈലൈറ്റർ ഞാൻ എടുക്കണം കേട്ടോ. കണ്ട ഈ അമ്മൻ്റെ ഈ പറിച്ചിട്ട് കേട്ടാൽ തോന്നും അമ്മ എനിക്ക് വാങ്ങിച്ചു തരികയാണ്. ഞാൻ വാങ്ങുന്നതിന് പോലെ എന്നെ സമ്മതിക്കില്ല. അമ്മ ഞാൻ അത് വാങ്ങട്ടെ പറ. എന്താ ഇത്? ബീറ്റ് ബോക്സിംഗ് ആണ് നമ്മുടെ. വേണ്ടടാ, നിനക്ക് സൂക്ഷിക്കാനും അറിയില്ല. അതല്ല നീ യൂസ് ചെയ്യണേ കുഴപ്പം, നീ സൂക്ഷിക്കണം. എനിക്ക് സ്റ്റിക്കർ വേണം കേട്ടോ എൻ്റെ ഫോണിൻ്റെ ബാക്കിൽ ഒട്ടിക്കാൻ. പിന്നെ എനിക്ക് കുറച്ച് സെല്ലോ ടേപ്പ് വേണം കേട്ടോ. എൻ്റെ അമ്മൻ്റെ മുഖം മാറുന്നുണ്ട്. ടേപ്പ് ഹോൾഡറാ? അതെന്താ എനിക്ക് മനസ്സിലായില്ല. ഇതെന്താ? 3D ക്രയോണാ? സ്റ്റാമ്പ്, റോളിംഗ് സ്റ്റാമ്പ്. ഇതെനിക്ക് വേണം. ഇത് ഇറേസറാണ്, ഇതെനിക്ക് വേണ്ട. കറക്റ്റർ പെൻ എനിക്ക് വേണം. കറക്റ്റർ എനിക്ക് വേണം. ഗൈസ് എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നൊരു സ്ത്രീ പറഞ്ഞു ആ സ്ത്രീക്ക് ഇവിടെ വാങ്ങാൻ ഒന്നുമില്ല, എൻ്റെ കൂടെ വെറുതെ സാക്രിഫൈസ് ചെയ്ത് വരികയാണെന്ന്. എന്നിട്ട് ആ സ്ത്രീനെ കുറേ നേരം എൻ്റെ അടുത്ത് കാണുന്ന പോലും ഇല്ലായിരുന്നു. ഞാൻ ഈ കട മൊത്തം തപ്പിയിട്ട് ലാസ്റ്റ് ഞാൻ ആ സ്ത്രീനെ കണ്ടുപിടിച്ചു. സ്ത്രീൻ്റെ കയ്യിൽ എന്താണ്? ഒന്ന് വിശദീകരിക്കൂ. ഇതെന്താ മേലെ ഒരയ്ക്കണടാ? എനിക്കാണോ? സോപ്പിടുമ്പോൾ നിങ്ങളല്ലേ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നും ഇവിടെ ഇല്ല, നിങ്ങൾ വെറുതെ കൂടെ വരികയാണെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും വാങ്ങിക്കുന്നുട്ടാ. ഇത് വീട്ടിലേക്ക് എങ്ങനെ ഉപയോഗം? നിങ്ങളുടെ മേലൊരിച്ച് വൃത്തിയാവണോണ്ട് വീട്ടിലേക്ക് എന്താ ഉപകാരം? ആ ശരി, നാറ്റം സഹിക്കാം. ശരി വാങ്ങിക്കോ, വീട്ടിലേക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഈ സ്ത്രീനെ കൊണ്ട് നല്ല നാറ്റാണ് വീട്ടിൽ. ഞാൻ ദിവസവും കുളിക്കും, നിന്നെ പോലെയല്ല. ഇത് കഴിഞ്ഞ തവണ വാങ്ങിയതല്ലേ, പക്ഷെ നല്ല യൂസ്ഫുൾ ആയിരുന്നു അല്ലേ? അത് പക്ഷെ നമ്മൾ അവിടെയല്ലേ വെക്കണത്. നമുക്ക് 230 6 പീസ് കിട്ടും ലാഭം. അത് 3 പീസേ ഉള്ളൂ. ഗൈസ് മിനിസോക്കകത്ത് വളരെ വിചിത്രമായ ഒരു ജീവിനെ ഞാൻ കണ്ടു. ഇത് ഒട്ടകത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. ബാക്കിൽ കണ്ടു ഒരു സാധനം. താങ്കൾ ഒട്ടകത്തിൻ്റെ ഗണത്തിൽപ്പെട്ട ആരെങ്കിലാണോ? പറ, വെച്ചിട്ട് പോകും. ഒട്ടകത്തിന് ഇങ്ങനെ കാണിക്കണ്ട. നീ നോക്കാനല്ലേ എന്നെ കൊണ്ട് തൂക്കാൻ പറഞ്ഞു. ഞാൻ അമ്മടത്ത് പറയുമ്പോൾ തൂക്കം എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന്. പക്ഷെ ഇറ്റ്സ് ക്യൂട്ട്. ഒന്ന് എണീക്കും ഒട്ടകമേ. കണ്ടോ നല്ല രസമല്ലേ ഇത് തൂക്കുമ്പോൾ? അപ്പോൾ ഞാനൊക്കെ അത് തൂക്കി പോകുമ്പോൾ നല്ല രസമുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ചിലപ്പോൾ ഞാൻ അത് വാങ്ങും. അത് കഴിഞ്ഞു. ഇപ്പോൾ സമയം വന്നിട്ട് 7 മണിയായി. സോ ഗൈസ് നമ്മളിവിടെ 5 മണിക്കാണ് എത്തിയത്. ഇപ്പോൾ 7 മണിയായി. കറക്റ്റ് 2 hours നമ്മളിവിടെ ഷോപ്പ് ചെയ്ത്. അങ്ങനെ ഷോപ്പ് ചെയ്ത് ഫൈനലി നമ്മൾ 1 2 3 3 ബാസ്ക്കറ്റ് സാധനങ്ങളാണ് വാങ്ങിയത്. അമ്മ എല്ലാത്തിനെയും പ്രൈസ് നോക്കിയിട്ടാണ് വാങ്ങിയത്. ഞാൻ പ്രൈസ് നോക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ എല്ലാത്തിനെയും പ്രൈസ് നോക്കിയിട്ടാണ് വാങ്ങിയത്. വില കൂടുതലുള്ളതൊക്കെ ഞാൻ തിരിച്ചു വെച്ച് വില കുറവുള്ളതാണ് ഞാൻ എടുത്തത്. അത് നമുക്ക് ബില്ല് ചെയ്യാൻ പോവാം. ടോട്ടൽ എത്രയൊന്നും ഒരു ഐഡിയ ഇല്ല. ഇത് ബില്ല് ചെയ്ത് ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ എല്ലാത്തിനെയും പ്രൈസും എന്തൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സോ നമുക്ക് ബില്ല് ചെയ്യാൻ പോവാം. ഗൈസ് അതിന് നമ്മുടെ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഞാൻ സത്യമായിട്ട് ഇത്രയാണെന്ന് വിചാരിച്ചില്ല. എനിക്ക് സങ്കടം ഉണ്ട് കുറച്ച്. പക്ഷേ എനിക്ക് വാങ്ങിച്ചാലും എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഇത് യൂട്യൂബിൽ ഇടുമ്പോൾ ഇതിലൂടെ പൈസ കിട്ടുമ്പോൾ ഇത് കോമ്പൻസേറ്റ് ആവുമെന്നാണ് ഞാൻ ഇപ്പോൾ സന്തോഷിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുൾ കാണണം. ഗൈസ് അതിന് നമ്മുടെ ബില്ല് പുറത്ത് വന്നു. എൻ്റെ അത്ര എൻ്റെ ഹൈറ്റാണ് തോന്നുന്നു ഇവരോട് ബില്ലാക്കി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നേരെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് ഉള്ളത്, എത്ര പ്രൈസ് ചെയ്യുന്നതിനെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഇനി വീടെത്തുമ്പം ഒരു 9 മണി കഴിയും. ഓക്കെ ഗൈസ്, അതിന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാ. 1 2 നമ്മുടെ കയ്യിൽ 3 4. അപ്പോൾ നമുക്ക് ബാക്കി വീട്ടിൽ പോയിട്ട് കാണാം. ഗൈസ് അതിന് നമ്മൾ വീടെത്തി. വീട്ടിൽ ആരെയോ കല്യാണം പോലെ എല്ലാ ലൈറ്റും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കവർ കാണുമ്പോഴുള്ള വീട്ടിൽ ആരുള്ളത് എനിക്കറിയില്ല. പപ്പ വന്നിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത്. സോ ചേച്ചി ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ചേച്ചിയുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. സി എൻ്റെ കയ്യിൽ 2 കവർ, അമ്മൻ്റെ കയ്യിൽ 2 കയ്യിലും 2 കവർ പിടിക്കുക, എന്നാലേ അറിയുള്ളൂ. ആദ്യം നമ്മൾക്ക് ചേച്ചിയുടെ ഗിഫ്റ്റ് വേണം കൊടുക്കാൻ. ബൊമ്മ തുറക്കൂ. ഹാപ്പി ഷോപ്പിംഗ്. വാമ്മ. ഗൈസ് നമ്മൾ ചേച്ചിക്കുള്ള ഗിഫ്റ്റാണ് ആദ്യം കൊടുക്കാൻ പോണത്. കാരണം ചേച്ചി സിക്കാണ്.
ഗൈസ് സ്റ്റിച്ച് വിട്ടു ചെറുതായിട്ട് അമ്മ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കണത്. കൊടുക്കാമോ? ഇതെന്താ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കണത്? ഗൈസ് അങ്ങനെ അമ്മ ചേച്ചിക്ക് ഇത് കൊടുക്കാൻ പോവാണ്. ആനന്ദമ്മ, ഇത് ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അത് ചെറുതല്ലേ, ചെറിയ ആനക്കുട്ടി. ഇത്തവണ വലുത്. അപ്പൊ ഇത് നല്ല കെട്ടിപ്പിടിക്കാ. എങ്ങനെയുണ്ട്? ഇതെല്ലാം മൊത്തം എത്രയായി ബില്ല് എന്നാണെന്ന് ഗസ് ചെയ്യേ. ആള് കവറിന്റെ എണ്ണം നോക്കാണ്. നോ നോ നോ. 9700. ഇത് പറയുമ്പോൾ മാത്രം ഞെട്ടലുണ്ട്. അത് നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയാം, അല്ലെങ്കിൽ കുട്ടികളൊക്കെ വിചാരിക്കും നിനക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ട് നിനക്ക് ഇഷ്ടപ്പെടണല്ലോ. ഗൈസ് പപ്പ വന്നു. ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് വന്ന്. നമ്മുടെ ഇവിടെ കവറൊക്കെ ഉണ്ട്, നമുക്ക് പപ്പയ്ക്ക് കാണിച്ചു കൊടുക്കാം. നോക്ക് ഞങ്ങൾ വാങ്ങിച്ച കവറ് എങ്ങനെയുണ്ട്? നീയല്ലേ പോയത്, അപ്പൊ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവുന്ന എന്താ ചെയ്യാ? ചാക്കിരി സാധനം വാങ്ങിട്ട് സൂപ്പർ മാറിയാ ചേച്ചിക്ക് വാങ്ങിച്ചിട്ട് ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കും. ഇവിടെ കുറച്ചും കൂടി ചെറുത് വാങ്ങിക്കാ ബൊമ്മ. അവിടെ വക്കീലായില്ലേ, അതുകൊണ്ടാണ് വക്കീലിന്റെ ഗ്രേ കളർ കൊടുത്തത്, പ്രൊഫഷണൽ കളർ. അതിന് ഞാനും എൻ്റെ അമ്മയും വീടെത്തി. ഏവറ ഉറക്കം തോന്നി നിൽക്കാം. നമുക്ക് നല്ല ഉറക്കം വന്നിട്ടിരിക്കുകയാണ്. സമയം എത്ര അറിയോ? സമയം കുറച്ച് വൈകി. നമ്മൾ എത്തിയതും വൈകി, എന്നിട്ട് വീഡിയോ എടുക്കുന്നതൊക്കെ വൈകിപ്പോയി. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇന്ന് സ്പെൻഡ് ചെയ്തത് കുറച്ച് ഓവറാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ കണ്ട ന്യായീകരണം എന്താ വെച്ചാൽ, ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലൂടെ കിട്ടുന്ന പൈസ ഇതുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യുകയും ചെയ്യും, എനിക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. രണ്ടാമത് എനിക്ക് കുറച്ച് നല്ല ബ്രാൻഡ്സിൻ്റെ പ്രൊമോഷൻസ് ഓക്കെ ആയിട്ടുണ്ട്. അതാണ് മെയിൻ കാരണം ഞാൻ ഇന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചത്. ദാരിദ്ര്യം പിടിച്ച മാസമാണെങ്കിൽ ഞാൻ സ്പെൻഡ് ചെയ്യാൻ ഒട്ടും താല്പര്യപ്പെടുന്ന ആളല്ല. ഇത് എനിക്ക് നല്ല ബ്രാൻഡ്സിൻ്റെ നല്ല ഡീൽസ് വന്നുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്. മൂന്നാമത് എന്താ വെച്ചാൽ, എൻ്റെ ഉള്ളിലത്തെ കുട്ടി എന്നും ഇങ്ങനത്തെ ഒരു ഡേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഉള്ളിലത്തെ കുട്ടീനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ബേബിയാണ് എൻ്റെ ഉള്ളിലത്തെ കുട്ടി. അതുകൊണ്ട് എൻ്റെ കുട്ടീനെ ഞാൻ സമാധാനിപ്പിച്ചു. അപ്പൊ നമ്മൾ വാങ്ങിച്ച കവറൊക്കെ ഇപ്പുറത്തുണ്ട്. അമ്മന്റെ കവർ എവിടെ? രണ്ടെണ്ണം. ഇപ്പൊ എടുത്തെല്ലാം കൂടി വീഴും. അത് നമുക്ക് ഓരോ സാധനം ഞാൻ എൻ്റെ പ്രൈസ് എത്രയെന്ന് പറഞ്ഞുതരാം. പ്രൈസ് കുറച്ച് ചിലതിൻ്റെ കൂടുണ്ടാവും. അത് വെച്ച് നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ എന്തൊരു പൊട്ട ആൾക്കാരാണ്. ഒരു ദിവസം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, ഓക്കെ. ബട്ട് കടം വാങ്ങിയിട്ട് സ്പെൻഡ് ചെയ്യരുത്. എനിക്ക് എൻ്റെ കയ്യിലുള്ള കൊണ്ടാണ് കുറച്ച് സ്പെൻഡ് ചെയ്തത്, ഓക്കെ. എടുക്ക്. ആദ്യം ഇത് ചേച്ചിക്ക് നമ്മൾ വാങ്ങിച്ച ടോയല്ല, സോഫ്റ്റ് ടോയ് ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 750 ആണ്. പക്ഷെ അത് കുറച്ച് കൂടുതലാണ്. 750 അതിനും കുഴപ്പമില്ല അല്ലേ, ചേച്ചിക്കല്ലേ. ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച ഒരു ബൊമ്മയാണ്. എനിക്ക് മുമ്പ് കെട്ടിപ്പിടിക്കാൻ വേണ്ടി. ഇതിൻ്റെ പ്രൈസ് എത്രയാ പറ? നോക്ക്. ഇത് 650. അപ്പം എൻ്റെയാണ് കുറവ്, ചേച്ചിൻ്റെ കൂടുതലാണ്. ഇത് 650. ഇനി ഇത് വേറൊരു നമ്മൾ സാധനം വാങ്ങിയതാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 550 ആണ്. എല്ലാം 100 രൂപ താഴെ. നിങ്ങൾ എന്തെങ്ങനെ മറ്റേ എന്താണ് എന്തോ വടി വിഴുങ്ങിയ പോലെ ഇങ്ങനെ വടി പോലെ ഇരിക്കുന്നത്? അമ്മ വാങ്ങിയതാണ് വീട്ടിലേക്ക് വേണ്ടിയിട്ട്. പ്രൈസ് എത്രയാ പറ? 150. ഓ 150 ഉള്ളൂ. ഇത് മറ്റേ റൂമിലൊക്കെ വെക്കുമ്പോൾ ഫ്രേഗ്രൻസ് വരുന്ന സാധനമാണ്. പിന്നെ ഞാൻ ഇത് അമ്മ വാങ്ങിയതാണ് അല്ലേ. നിനക്ക് ആവശ്യമുള്ളത് ഞാൻ 220 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതിനകത്ത് ഒരെണ്ണമല്ല, എത്ര 5 പീസ് ഉണ്ട്, ഓക്കെ. ഇത് ഞാനാ വാങ്ങിയത്. ഇതല്ലേ ഇത് അടുക്കളയ്ക്ക് പാത്രം കഴുകാൻ. അടുക്കളയിൽ പാത്രം കഴുകാൻ വേണ്ടി അമ്മ 8 സ്ക്രബ്ബേഴ്സ് വരുന്ന ഒരു വലിയ സെറ്റ് വാങ്ങിച്ചു. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 150. ഓക്കെ, അത് കുഴപ്പമില്ല, അല്ല കുറവാണ്. നല്ല 150 ഉള്ളൂ. അമ്മ നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആവും, അല്ലെങ്കിൽ കാണുന്നവർക്ക് നല്ല ഉറക്കം വരും. എനിക്ക് പിന്നെ എന്നെ ഉറക്കം വരുത്തിയിട്ട് നിങ്ങൾ കുട എടുത്തോ. ഇത് അമ്മ വാങ്ങിച്ച കുടയാണ്. ഞാനാണോ വാങ്ങി? അല്ല, ഓക്കെ. ഇത് ഞാൻ തുറന്ന് കാണിച്ചുതരാം. ഇതിൻ്റെ ഉള്ളിൽ കൂടി നിങ്ങൾക്ക് ഞങ്ങളെ കാണാം. ഇനി മഴ പെയ്യുമ്പോൾ ഞാൻ മഴ ഇങ്ങനെ നോക്കി, മഴ ഇങ്ങനെ നോക്കി നിന്നെടുക്കും. ഒറ്റയ്ക്ക് ഞാൻ റൊമാൻസം മറ്റേ അനുഭവിക്കാൻ വേണ്ടി പോവാണ്. ഈ കുടക്ക് കുറച്ച് പ്രൈസ് ഉണ്ട്. 400. ഞാൻ 700 സംതിങ് വിചാരിച്ചു. 400. പക്ഷേ ഇത് നമ്മൾ അത്ര ലൈഫ് കണ്ടാലും മതി. ഇത് ഒത്തിരി ലൈഫുള്ള കുടയൊന്നും അല്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷോ ഓഫ് ഒക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു കുട. ഞാനിന്ന് വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? എനിക്ക് വാങ്ങിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? എനിക്ക് സോഫ്റ്റ് ഒക്കെ ഇഷ്ടം. 6 പീസ് മറ്റേ ക്ലോത്ത് വാങ്ങിച്ചാൽ. ഇത് ടവലാണ്, 6 ടവല്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 230 ആണ്. 6 എണ്ണം ഉണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇതിന്റെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇതിന്റെ ബോക്സ് അത് നല്ല രസമുണ്ട്. ഇത് തുറക്കാൻ നമ്മളിവിടെ പ്രസ് ചെയ്യണം. ഇത് തുറന്നാൽ ഇതിനകത്ത് ഉള്ളത് എന്താണെന്നറിയില്ല. എത്ര ദിവസം അമ്മ അല്ല ഗ്യാരണ്ടി നല്ലൊരു സാധനം കാണിക്കുന്നതിനും പ്രാപ്തി ഉണ്ടോ? ഈ
സാധനം. ഇത് കാണാൻ നിങ്ങൾക്ക് എന്തായിട്ട് തോന്നുന്നത്, പക്ഷെ ആക്ച്വലി ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ചെറിയത് ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇതിന്റെ സൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ, മൈൻഡ് ബ്ലോയിങ്. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം. ഞാൻ നന്നായി സൂക്ഷിച്ചു വെക്കും. കാരണം എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഒക്കെ ഉണ്ട് അമ്മ. ആ സ്റ്റാപ്ലറൊക്കെ ഞാൻ ഉപയോഗിച്ച് കേട് വരുത്തിയതാണ് കേട്ടോ. സ്കെയിലൊക്കെ ഞാൻ ഉപയോഗിച്ച് കേട് വരുത്തിയതാണ്. സോ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല. ഇതിന്റെ പ്രൈസ് ഇത് കുറച്ചുണ്ട്, 1300 ഉണ്ട്, 1300. കാരണം ഇത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്, നല്ല അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റിയുള്ള ബ്ലൂടൂത്ത് സ്പീക്കറാണ്. പിന്നെ ഇത് എന്താ സാധനം അറിയില്ല. ഇത് ഞാൻ എൻ്റെ കാറിൽ വെക്കാൻ വേണ്ടി വാങ്ങിയതാണ്. എന്താ സാധനം? ഇതെന്റെ കാറിൽ വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. ഇതെന്തിനാണ്? കാറിൽ വെക്കാൻ. എന്തിനാണത്? കാറിൽ വെക്കാൻ. എന്റെ കാറിൽ ഇങ്ങനത്തെ ഒന്നുമില്ല, നല്ല ഇളക്കുണ്ട്. ഇതിന്റെ അടിയിൽ ഗമ്മുണ്ട്, പൊട്ടിക്കാൻ. ഗമ്മല്ല, ഡബിൾ സൈഡ് ടേപ്പ്. ഇതൊക്കെ എപ്പോൾ എടുത്തു? ഇത് അമ്മ അപ്പുറത്ത് തണ്ടാൻ പോയി. പറയാൻ വാക്കുകളില്ലല്ലോ, പോയതല്ലേ നിങ്ങൾ അങ്ങോട്ട്. ഇതിന്റെ വില പറഞ്ഞില്ല അമ്മയ്ക്ക്. അമ്മ എത്രയുണ്ട് ഗസ് ചെയ്യും? നീ അറിയില്ല, 490. എനിക്കും അറിയില്ലായിരുന്നു ഇത്ര വില ഉള്ളതാണ്. ഞാൻ ഇപ്പോൾ അറിയണേ, എനിക്കറിയില്ലായിരുന്നു. ഇതിന്റെ പ്രൈസ് 300 രൂപയാണ്. ഇത് ഫോണ് വണ്ടിയിൽ വെക്കാൻ കുറച്ച് ക്യൂട്ടായിട്ട് തോന്നും. പിന്നെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്, അതുകൊണ്ടാണ് ഇത് ഫോണ് വണ്ടിയിൽ വെക്കാൻ. എൻ്റെ വണ്ടിയിൽ ഫോൺ ഹാങ് ചെയ്യണ സാധനം ഇല്ല, ഫോൺ ഹോൾഡർ എൻ്റെ വണ്ടിയിലില്ല. വെക്കാൻ പറ്റുമെന്ന് ആർക്കറിയാം. വെക്കാനൊക്കെ പറ്റുമായിരിക്കും. ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ ഗൂഗിൾ മാപ്പിലെ സഹായത്തില്ല പോകുക. പക്ഷേ എനിക്ക് ഫോൺ ഹോൾഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ താഴെയാണ് മാപ്പ് വെച്ചിട്ട് വേറൊരു ഫോൺ ഹോൾഡറാണ്. എന്തിനാത്? ഇതിൻ്റെ പ്രൈസ് 300 ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എത്രയാണ്? 300. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനത്തെ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റുഡിയോക്ക് വരും. പക്ഷേ ഷോർട്സ് എടുക്കാൻ വേണ്ടി ഞാൻ മിക്കവാറും മുറ്റത്തൊക്കെ ആയിരിക്കും ഷോർട്സ് എടുക്കുക. സോ മുറ്റത്ത് എനിക്ക് ഷോർട്സ് എടുക്കുമ്പോൾ ഫോൺ വെക്കാൻ എനിക്ക് സ്റ്റാൻഡൊന്നും ഇല്ല. ഞാൻ എപ്പോഴും വല്ല സാധനങ്ങളിൽ ചാരിയിട്ടാണ് വെക്കുക. അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ എനിക്ക് ഷോർട്സ് എടുക്കുമ്പോൾ ഇതിനകത്ത് ഫോൺ വെക്കാം. ഓക്കെ, നെയിൽ കട്ടറാണ്. ഇതിന്റെ പ്രൈസ് 170 ഇതൊന്നും ശരിയാവില്ല കേട്ടോ. ഇത് കണ്ട 2 ഷേപ്പ് ഉണ്ട്. ഒന്ന് സൈഡ് നെയിൽസ് കട്ട് ചെയ്യാനും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നെയിൽസ് കട്ട് ചെയ്യാനും. അപ്പോൾ എനിക്ക് കുറച്ച് നല്ലത് തോന്നി. 2 നെയിൽ കട്ടറിന് 170 ആണ്. ഞാൻ കുറച്ച് ഷീറ്റ് മാസ്ക് വാങ്ങിച്ചു. ഇത് ഞാൻ മിക്കവാറും അടുത്ത ഷോർട്സ് കണ്ടന്റ് ആയിട്ട് ഇടും. കാരണം നമ്മുടെ ഷീറ്റ് മാസ്ക് ഒക്കെ ആനിമൽ ഫേസ്ഡ് ഷീറ്റ് മാസ്ക് ആണ്. ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഷീറ്റ് മാസ്ക് ആനിമൽ ഫേസ് ആണ്. നല്ല വൈകാതെ ഇതിൻ്റെ ഷോർട്സ് വരും, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് എങ്ങനത്തെ ഷീറ്റ് മാസ്ക് ആണ്. ഞാൻ 3 വാങ്ങിച്ചു. ഒന്ന് അമ്മക്കും എനിക്കും ചേച്ചിക്കും. എനിക്കൊക്കെ ഞാൻ വേറെ എടുത്തു. ശരി, ഇത് ഒന്നിന് 90 റുപ്പീസാണ്. കൂടുതലാണ്. പിന്നെ ഞാൻ എനിക്കറിയില്ല. പിന്നെ അമ്മക്കൊരു ഷീറ്റ് മാസ്ക് ഇടാം. ഇത് 60 റുപ്പീസേ ഉള്ളൂ. വൈറ്റമിൻ സിന്റെ ഒരു ഷീറ്റ് മാസ്ക്, ഇത് 1 അമ്മ എടുത്തുള്ളൂ. പിന്നെ അടുത്ത ഫേഷ്യൽ മാസ്ക് കൊറിയൻ്റെ എന്തോ കൊറിയക്കാരൻ പോലെ ഈ ഒരു സാധനം. ഇതിന്റെ പ്രൈസ് 60 റുപ്പീസാണ്. നമ്മൾ ബോട്ടിൽ വാങ്ങിച്ചു. നമ്മൾ ജിമ്മിനൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കാൻ നിൽക്കാൻ ഞാൻ ഇതെന്താ ചിരിക്കണേ. 1/2 ലിറ്റർ വെള്ളം കൊണ്ടുപോയിട്ട് 2 കുടിക്കില്ല. 2 കൂടി 1/2 ലിറ്റർ. പിന്നെ ഞാൻ ചെറുതായിട്ട് ഇത് ചേച്ചിക്ക് കൊടുക്കാന്ന് വെച്ചു. കാരണം ചേച്ചി ഓഫീസിൽ പോകുമ്പോൾ ചേച്ചി ഇത് കൊണ്ടുപോയി ചേച്ചിക്ക് നല്ലതായിരിക്കും. കാരണം ചേച്ചിക്ക് ഇപ്പോൾ വൈറൽ ഫീവറൊക്കെ ആയതുകൊണ്ട് അവൾക്ക് നല്ലപോലെ വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം. സോ ഇതിനകത്ത് ഇപ്പോഴത്തെ ടൈം എഴുതിയിട്ടുണ്ട് 7 o'clock, 9 o'clock, 11 o'clock. അപ്പോൾ ഓരോ സമയം നമ്മൾ അത്രക്ക് വെള്ളം കുടിക്കണം. പക്ഷെ ഞാൻ ചേച്ചിക്കാണ് കൊടുക്കാൻ. ഒരു ദിവസം 1.5 ലിറ്റർ കുടിച്ചാൽ പോരാ. 1 ലിറ്റർ കുടിച്ചാൽ പോരാ, പക്ഷെ 1.5 ലിറ്ററെങ്കിലും കുടിച്ചാൽ നല്ലതല്ലേ. ബോട്ടിലിന് 550. പൊതുവെ ഇങ്ങനത്തെ ബോട്ടിൽസ് നല്ല വില ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ ഞാൻ തോർത്താണ് പറഞ്ഞ വാങ്ങിയ സാധനം അമ്മ എന്നോട് പറഞ്ഞു അത് കുട്ടികൾ തലയിടുന്ന സാധനമാണ്. എന്നിട്ട് അത് എന്ത് ചെയ്ത്? അത് താഴെ ഉണ്ട്, ഇടയ്ക്ക് ഇട്ട് നടക്കലുണ്ട്. കുടിച്ചതിന് ഇടയ്ക്ക് ഞാൻ തലയിങ്ങനെ തട്ടം പോലെ ഇട്ട് ഞങ്ങൾ കല്യാണ പെണ്ണിനെ പോയി അഭിനയിക്കും. വില അറിയോ? ഇതിന് എത്ര വില? ഇതിന്റെ പ്രൈസ് വന്നിട്ട് 260 ആണ്. തോർത്താണിത്. അത് ഞാൻ കാണിച്ചുതരാം തുറന്നിട്ട്. ഇങ്ങനെ ഹെയർ ഡ്രൈയിങ് ടവൽ, മനസ്സിലായി? തല തോർത്തേണ്ടതല്ല, തല ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് വെക്കും. അതെനിക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. ഓരോ കുരുത്തക്കേടുകൾ വാങ്ങിയതല്ല നമ്മൾ. ഇനി അടുത്തത് നോസ് സ്ട്രിപ്സ് വാങ്ങിച്ചു. ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഇത് 10 പീസ് ഉണ്ട്. 10 പീസിന് 170 രൂപയാണ്. സ്ട്രിപ്സ് അല്ല, നോസ് ക്ലീനിങ്, അത് ഡീപ് ക്ലെൻസിങ്. നോസ് സ്ട്രിപ്സ് ഇത് മൂക്കിൽ നമ്മൾ വെക്കും. ഇങ്ങനെ കറുത്ത സാധനമാണ്. ഇത് നമ്മൾ മൂക്കിൽ വെച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡൊക്കെ പോവും.
നല്ല യൂസ്ഫുൾ സാധനം. പിമ്പിൾ പാച്ച് വാങ്ങിയിട്ടുണ്ട്. 36 പാച്ചസ് ആണ് ഇതിനകത്തുള്ളത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 120. പിമ്പിൾ പാച്ച് കുരു വരുമ്പോൾ പോവാനമ്മ അതെങ്ങനെ ഒട്ടിച്ച് വെക്കും? കുരു വരുമ്പോൾ നമ്മളിപ്പോൾ നൈറ്റ് ഉറങ്ങുന്ന സമയത്ത് ഇത് ഒട്ടിച്ച് വെച്ചിട്ട് കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർണിംഗ് അതിനും കുരു റിലാക്സ്ഡ് ആകും. അങ്ങനെ ഹീലായി കുരു പോകും. ഇനി ഞാനൊരു ഐ മാസ്ക് വാങ്ങിയിട്ടുണ്ട്, സ്ലീപ്പ് മാസ്ക് വാങ്ങിയിട്ടുണ്ട്. ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് ഉറങ്ങും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 200 രൂപയാണ്. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ജെല്ലുണ്ട്. സോ നമുക്ക് നൈറ്റ് ഈ ജെല്ലെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് മോർണിംഗ് ഫ്രീസറിൽ വെച്ച് നൈറ്റ് ഉറങ്ങാൻ നേരത്തെ കണ്ണി വെച്ച കണ്ണ് നല്ല ഹീലിംഗ് ആയിരിക്കും. സോ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ നല്ലപോലെ കുറയും. പിന്നെ ഞാൻ നിങ്ങൾ എന്തേ പറയുന്നത്? എന്താ നിങ്ങൾ പറയുന്നത്? കുളിക്കാൻ എന്താ എടുക്കുന്നുണ്ടല്ലോ, അതിനെന്താ പേര് പറയാ? ബാത്ത് ഗ്ലോവ്സ്. ഒന്ന് എനർജറ്റിക് ആയി പറ. ബാത്ത് ഗ്ലോവ്സ് ഇടാ. ഇതെന്തിനാ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഉറക്കം വരും. ഇത് നമ്മൾ കുളിക്കുന്ന സമയത്ത് തേച്ച് ഉരച്ച് കഴുകി കുളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ സാധനമാണ്. കണ്ട ചകിരി പോലത്തെയാണ് ഇത്. നമ്മൾ അത് കുട്ടികളുടെ അല്ലേ? എൻ്റെ കൈ കൊള്ളും. എൻ്റെ ചേച്ചിൻ്റെ കൈ മെലിഞ്ഞതാണ്. ഞാൻ 2 വാങ്ങിച്ചു. ഒന്ന് എനിക്കും ഒന്ന് ചേച്ചിക്കും വേണ്ടിയിട്ട്. കണ്ട നമ്മുടെ കയ്യിൽ ഇതൊക്കെ നമ്മൾ കുളിക്കുമ്പോൾ നന്നായി ഒരേണ്ടമ്മ. കണ്ട സോപ്പ് തേച്ച് ഒരച്ച് തേച്ച് ഇനി കുളിക്കും ഞാൻ. ഇത് കണ്ടൊക്കെ എന്താണ് ചിരിക്കണത്? നല്ല രസമുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 170 ആണ്. ഒരു പെയറിന് 170. കുളിക്കുമ്പോൾ ഒരെണ്ണം എടുത്താൽ മതിട്ടോ. ഞാൻ 2 കൈ കൊണ്ട് ഒരുക്കാറുണ്ട്. പിന്നെ ഞാൻ ഒരു സ്കെയിൽ വാങ്ങിച്ചു. കഴിഞ്ഞാണ് ഞാൻ വാങ്ങിച്ച സ്കെയിൽ അതുകൊണ്ട് വാങ്ങിച്ചു. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 30 രൂപയാണ്. ഇത്തവണ ഞാൻ ട്രാൻസ്പെറന്റ് സ്കെയിലാണ് വാങ്ങിയത്. ടിൻറ്റഡ് ലിപ് ബാം ആണ്. ഞാൻ എനിക്കും ചേച്ചിക്കും കൂടിയിട്ടാണ് വാങ്ങിച്ചത്. നമ്മൾ 2 കളർ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ചെറി ഫ്ലേവറും ഒന്ന് റോസ് ഫ്ലേവറും. 2 ടിൻറ്റഡ് ലിപ് ബാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് ഇട്ട് നോക്കിയാലെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പിന്നീട് ഇട്ട് നോക്കണം. ഇപ്പം എനിക്ക് ലിപ്സ്റ്റിക് ഉണ്ട്. ലിപ് ബാമിന്റെ പ്രൈസ് വന്നിട്ട് 120 ആണ്. കറക്ഷൻ ടേപ്പ് വാങ്ങിയിട്ടുണ്ട്. കറക്ഷൻ ടേപ്പ്. പിന്നെ ഇത് ഒരു സാധനം എഴുതി കഴിഞ്ഞ് തെറ്റിക്കഴിഞ്ഞാൽ ഇത് അതിൻ്റെ മുകളിൽ നമ്മൾ വരയ്ക്കും. സോ ഇതൊരു തിൻ ടേപ്പാണ്. വൈറ്റ് കളർ ടേപ്പ്. വൈറ്റിൽ മാത്രമേ ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ കറക്ഷൻ അങ്ങനെ ആക്കാൻ എനിക്ക് ഓൾറെഡി ഒന്ന് ഉണ്ടായിരുന്നു മുന്നേ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 110 ആണ്. കറക്ഷൻ ടേപ്പിൻ്റെ പ്രൈസ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. കോമ്പ് വാങ്ങിച്ചു. ഇത് കുറച്ച് നല്ല ഓവർ പ്രൈസ്ഡ് ആണ്. 260 റുപ്പീസാണ്. പക്ഷേ ഇത് വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ക്യൂട്ട് പ്രിന്റ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ എൻ്റെ ദൂർത്തടിയും അതായിട്ട് ഞാൻ സമ്മതിക്കുന്നുണ്ട്. കാരണം എനിക്കറിയാം 260 രൂപൻ്റെ ചീപ്പ് വാങ്ങണമെന്നില്ലാണ്. പക്ഷെ എനിക്ക് ക്യൂട്ട് പ്രിന്റ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. ഞാൻ വാങ്ങിയൊരു സാധനം ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. റോളർ സ്റ്റാമ്പ് എന്നാണ് പറഞ്ഞത്. ഇതെന്തോ ഇതുപോലത്തെ പിക്ചേഴ്സ് വരും. ഇത് സ്റ്റാമ്പാണ് അല്ലേ? അതാണ് എനിക്ക് തോന്നുന്നത്. 200 രൂപയാണ് ഇതിന്. ഇത് വെറുതെ അമ്മ വാങ്ങിയതാണ് സോക്സ്. ഇത് 190 റുപ്പീസാണ്. എത്ര ഉണ്ട്? 190. ആ 3 പേരുണ്ട്. 3 പേരിന് 190 റുപ്പീസാണ് സോക്സ്. നല്ല ബ്ലാക്ക്. ഇത് സാധാ പോലെ കുറച്ച് ഷൈനിങ് ഉണ്ട്. ഷൈനിങ് അല്ല, അത് ഭയങ്കര നിങ്ങൾ സ്റ്റോക്കിങ്സ് ഒക്കെ ഇടില്ലേ അതുപോലത്തെ. പിന്നെ എൻ്റെ ഫോണിൻ്റെ ബാക്കിൽ ഇപ്പം ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് നശിപ്പിക്കാറുണ്ട്. ഇപ്പം എൻ്റെ ഫോൺ കേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ സ്റ്റിക്കേഴ്സ് ഫോൺ കേസിൻ്റെ ബാക്കിൽ ഒട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ റൂയിനായിപ്പോയി. സോ ഞാൻ കുറച്ച് ഫോൺ കേസിൻ്റെ ബാക്കിൽ ഒട്ടിക്കാൻ വേറെ കുറച്ച് സ്റ്റിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 170 റുപ്പീസാണ്. പിന്നെ അമ്മ തേച്ചൊരച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങിച്ചു. ഇതെങ്ങനെ തുറന്നു നോക്കണം? ഇതിന്റെ പ്രൈസ് 260 ആണ്. തുറന്നതാ. നിങ്ങൾ എന്താ എന്റെ അപ്പുറത്ത് പഴം പിഴിഞ്ഞിരിക്കുക? എനിക്കിത് അതിൻ്റെ ഉള്ളിൽ 2 സൈഡും ഉണ്ട്. ഹായ് സോഫ്റ്റ് ആണ്. സോപ്പ് തേച്ചിട്ട് ആക്ക്. 2 സൈഡും ആക്കാം. ഹായ് നല്ല സുഖമുണ്ട്. ഇനി മുതൽ അമ്മ എപ്പോഴും ബാത്റൂമിലായിരിക്കും ഇത് തേച്ച് കുളിക്കാൻ. ഞാൻ ഒരു ഹൈലൈറ്റർ ആണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 200 ആണ്. ക്യൂട്ടായി തോന്നിയിട്ട് മാത്രം ഞാൻ വാങ്ങിയതാണ്. അങ്ങനെ പിന്നെ 170 റുപ്പീസിന് അമ്മ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട്. ഒരു തുണി. എനിക്കൊന്ന് മുഖം തുടക്കാനുള്ള തുണിയാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മൾ മൊത്തത്തിൽ വാങ്ങിച്ച സാധനങ്ങൾ. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഒന്ന് നടന്നു നോക്കുമോ? നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം? ഞാനൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടൊന്നും ഇല്ലല്ലേ. അമ്മക്ക് വാങ്ങിച്ചത് ഇത് വാങ്ങിച്ചു, അത് വാങ്ങിച്ചു, കുറേ വാങ്ങിച്ചു. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നിയ സാധനം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും ഒന്നത്തെ വീഡിയോ നമുക്ക് എന്തെങ്കിലും പറയണ്ടോ? വേഗം പറ. ഓവറായി.
ഞാനും അതിനോട് യോജിക്കുന്നു. കുറച്ച് എനിക്ക് അന്ന് പിന്നെ നമ്മൾ എന്തൊക്കെയോ വാങ്ങി, ഇന്ന് കുറെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഒന്നും വാങ്ങിയ പോലെ തോന്നിയില്ല. ഉണ്ട്, കുറേ ഉണ്ട്. വീഡിയോ 13-14 മിനിറ്റായി, അത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ യൂസ്ഫുൾ ആണ്, കുറച്ച് യൂസ്ഫുൾ ആയ എൻ്റെ ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണ്. അതാ ഞാൻ പറയാം, എൻ്റെ ഉള്ളിലത്തെ കുട്ടീനെ ഹാപ്പി ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തിട്ട് പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് നെഗറ്റീവായിട്ടും തോന്നാം, പോസിറ്റീവായിട്ടും തോന്നാം. ബട്ട് എനിക്ക് ഇതിനകത്ത് നിങ്ങളോട് പറയേണ്ടത്, ഏത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയ നിങ്ങൾക്കും ഇതുപോലെ കുറേ വാങ്ങാം. അതായത് വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിച്ച് നിങ്ങൾ വാങ്ങരുത്. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി അന്തസ്സായിട്ട് വാങ്ങുക. ഓക്കെ, ബൈ. എന്താ ചിരിക്കണേ? വെറുതെ ഉപദേശം കിട്ടും.